തൊടുപുഴ NSS താലൂക്ക് യൂണിയൻ പ്രതിഭാ സംഗമം സംഘടിപ്പിച്ചു. വിവിധ പരീക്ഷകളിൽ മികവ് തെളിയിച്ച വിദ്യാർത്ഥികളെ അനുമോദിച്ചു. താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് KK കൃഷ്ണപിള്ള മെറിറ്റ് ഡേ ഉദ്ഘാടനം ചെയ്തു. SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ കുട്ടികളെ അനുമോദിക്കുന്നതിന് വേണ്ടിയിട്ടാണ് NSS തൊടുപുഴ താലൂക്ക് യൂണിയൻ ആഭിമുഖ്യത്തിൽ പ്രതിഭാ സംഗമം സംഘടിപ്പിച്ചത്. പ്രതിഭാ സംഗമത്തിന്റെ ഉദ്ഘാടനം താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് KK കൃഷ്ണപിള്ള നിർവഹിച്ചു. അവര് തന്നെ കുട്ടികളുടെ ഭാവി എന്താണെന്ന് അവർ നിശ്ചയിച്ചു വെച്ചിരിക്കുകയാണ്. അപ്പൊ അതെടുത്താൽ മതി മോളെ, ഇതെടുത്താൽ മതി മോളെ. ഗർഭാവസ്ഥയിൽ തന്നെ എന്റെ മോളെ അല്ലെങ്കിൽ മോനെ ഡോക്ടറാക്കണമെന്ന് തീരുമാനിച്ചു വെച്ചിരിക്കുന്ന എത്രയോ ഫാമിലികളുണ്ട് ഇല്ലേ? തൃശ്ശൂര് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ജീവനും പേടിച്ച് ഓടിച്ച് രക്ഷപ്പെട്ട എത്രയോ കുട്ടികളുണ്ട്. ഇതിപ്പോ ഏറ്റവും ഭീകരമായിട്ട് എനിക്ക് തോന്നുന്ന ഒരവസ്ഥ ഈ IIT-കളിലേക്കൊക്കെ പോകുന്ന കുട്ടികളുണ്ട്. അതിന് 1-2 വർഷം കഴിയുമ്പോൾ പഠിത്തം മാത്രമല്ല ജീവിതം തന്നെ അവർ അവസാനിപ്പിക്കുന്നു എന്നുള്ളതാണ്. അത്രമാത്രം മാനസിക സംഘർഷങ്ങൾ അവർക്കുണ്ടാകും. എന്തുകൊണ്ടാണ്? നമ്മുടെ കുട്ടികളിലെ പ്രതിഭകളെ കണ്ടെത്താനോ അത് വളർത്താനോ അത് മനസ്സിലാക്കാനോ അവരെ ആ നിലയിലേക്ക് വളർത്തിയെടുക്കാനോ നമ്മുടെ മാതാപിതാക്കൾക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ്. ഏറ്റവും കൂടുതൽ ജോലി സാധ്യത ഏതാണ്, ഏറ്റവും കൂടുതൽ ശമ്പളം ഏതാണ്, ഇതൊക്കെയാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നത് ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലഘട്ടത്തിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് ലോകം കീഴടക്കും. ഇതിപ്പോൾ ലോകത്തിന്റെ നന്മയാണോ തിന്മയാണെന്ന് നമുക്കിനി വർഷങ്ങൾ കഴിഞ്ഞ് അറിയാൻ പറ്റും. പക്ഷേ എന്നെ പോലെയുള്ളവർക്കൊന്നും അത് അറിയാൻ കഴിയുന്ന പോലും വരില്ല. പക്ഷെ നിങ്ങൾ കുട്ടികളാണ്, നിങ്ങൾ ഇനി അതിന്റെ ലോകത്തിൽ ജീവിക്കുമ്പോൾ നിങ്ങളുടെ സർഗാത്മകമായ പ്രതിഭകളെ നിങ്ങൾ വളർത്തിയെടുത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ തലച്ചോറിനൊന്നും വർക്ക് ചെയ്യാനുണ്ടാവില്ല. എന്താ വർക്ക് ചെയ്യാനുണ്ടാവുക? ഇന്ന് മൊബൈലിൽ വീട്ടിൽ തൊട്ടടുത്ത് എന്റെ കുട്ടികളുടെ ഫോൺ നമ്പർ പോലും എനിക്ക് കാണാൻ അറിയില്ല. എന്റെ തൊട്ടടുത്ത വീട്ടിലെ ആരുടെയും ഫോൺ നമ്പർ എനിക്കറിയില്ല. എന്റെ ഫ്രണ്ട്സിന്റെ ആരുടെയും ഫോൺ നമ്പർ എനിക്കറിയില്ല. യൂണിയൻ വൈസ് പ്രസിഡന്റ് MP ധർമാംഗത കൈമൾ യോഗത്തിൽ അധ്യക്ഷനായി. യൂണിയൻ ഭരണസമിതി അംഗം S ശ്രീനിവാസൻ, KP ചന്ദ്രഹാസൻ, വനിതാ യൂണിയൻ പ്രസിഡന്റ് ഡോക്ടർ സിന്ധു രാജീവ്, സെക്രട്ടറി പ്രസീത സോമശേഖരൻ എന്നിവർ വിദ്യാർത്ഥികൾക്ക് ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. തുടർന്ന് വിദ്യാർത്ഥികൾക്ക് NSSന്റെ ഉപഹാരങ്ങളും കൈമാറി.